ഹലോ, ഇന്നൊരു പുതിയ വിഭവമായിട്ടാണ് ഞാനിവിടെ കിച്ചണിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ വിലയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലൊക്കെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. സ്വർണ്ണം ഉള്ളി എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി കൊണ്ട് വളകൾ ഉണ്ടാക്കാം. സ്വർണ്ണവള ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളി കൊണ്ട് വള ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ഉള്ളി കൊണ്ടുള്ള വളകൾ എന്ന് പറഞ്ഞാൽ ഒനിയൻ റിങ്സ്, അതൊരു യൂറോപ്യൻ സ്നാക്സ് ആയിട്ടാണ്. അപ്പോൾ ഈ സ്നാക്സ് ഐറ്റംസിന് നമുക്കൊരു കേരളീയ രുചി വരാൻ വേണ്ടിയിട്ട് ഞാൻ റെസിപ്പിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി അതായത് ഈ ഒനിയൻ റിങ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്താ നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ദിസ് ഈസ് അജ്മൽ അലി പാലരി. വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് അജ്മൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേണം ഈ ഒനിയൻ റിങ്സ് ഉണ്ടാക്കാൻ, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഉള്ളി നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ വള പോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊന്നും കിട്ടാറില്ല, അപ്പോൾ അത് ചെറിയൊരു ഉള്ളിയും ഇപ്പോൾ കടയിൽ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഉള്ളിയാണത്. നമ്മൾ വല്ലുള്ളി തന്നെ ചെറിയ സൈസാണ്. അപ്പോൾ അത് ഒന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് പാല്, അതിനൊന്നും കണക്ക് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ അതേപോലെ കുറച്ച് തേങ്ങയുടെ പീര, നമ്മൾ തേങ്ങാപ്പാലെടുത്ത് പീര ഉണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ തേങ്ങ ചിരകിയിട്ട് ചെറുതായിട്ട് അതായാലും മതി, ആ തേങ്ങ ആയാലും മതി. ഇനി അതല്ല തേങ്ങ പീര ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഓനിയൻ റിങ്സ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഇവിടെ റെഡിയാക്കി ചട്ടി വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൽ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ തണുപ്പായതുകൊണ്ട്, ഇവിടെ ബാംഗ്ലൂർ നല്ല തണുപ്പാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എണ്ണ ഒഴിച്ച് അത് ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ ചട്ടി. ഞാനൊന്ന് തീയൊന്ന് കുറച്ച് വെക്കാണ് എൻ്റെ ഒരു സൗകര്യത്തിന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ നിന്ന് ഓരോ റിങ്ങുകൾ എടുക്കും, നമ്മൾ ഓരോ വളകൾ എടുക്കും കേട്ടോ. ഇതിപ്പോൾ കാണാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ഞാൻ അതിന് ഒന്നെടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാലിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം ഈ മൈദയിലോട്ട് അതൊന്ന് വീണ്ടും അതിന് മൈദപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന് മുകളിലേക്ക് ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് പാലിലോട്ട് എടുത്തതിന് ശേഷം വീണ്ടും അങ്ങനെ 2 തവണ നമ്മൾ മൈദയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ തേങ്ങാ പീര ഉണ്ടല്ലോ, അത് നന്നായിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഇതാക്കി കൊടുത്തിട്ട് അതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോന്നെടുത്തിട്ട് നമ്മളിതേപോലെ ഞാനിതിൽ 2 എണ്ണം ഇട്ടിട്ടുള്ളൂ, നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, കാണിക്കാനും വേണ്ടിയിട്ട്. നമ്മൾ ചട്ടിയിലൊന്ന് അടി പിടിക്കുന്നതിന് പകരം ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മളിത് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചട്ടിയിൽ നിന്ന് വറുത്ത് കോരുക കേട്ടോ. കാരണം ഇത് കളർ മാറിയിരുന്നു, നമ്മൾ ഇനി ഇത് അതിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വറുത്ത് കോരുന്നു. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇത് ഒരുമിച്ച് അങ്ങോട്ട് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സമയമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഈ തേങ്ങ പീരുണ്ടല്ലോ, ശരിക്കും ഇത് യൂറോപ്യൻ ഡിഷാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ യൂറോപ്യൻ ഡിഷിൽ അവർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ബ്രെഡിൻ്റെ പൊടിയാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് തേങ്ങയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഒരു നാടാണല്ലോ തേങ്ങ. അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഫൈനലി നമ്മുടെ ഓനിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. ഞാൻ കഴിച്ചു നോക്കി, സംഭവം നല്ല രസമാണ്. തേങ്ങയുടെ ചെറിയ രുചി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഫുഡ് വീഡിയോസ് അതേപോലെ ട്രാവൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.